ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജാസ്മിൻ. എൻ്റെ വീട് പൊരുവസാറിലാണ്. ആദ്യം തന്നെ ഈ കണക്ട് ടു വർക്ക് എന്ന ഒരു ട്രെയിനിങ് തന്നതിന് ഗവൺമെൻറ്റിനോട് വളരെയധികം നന്ദി പറയുന്നു. ഈ കണക്ട് ടു വർക്ക് എന്നൊരു ട്രെയിനിങ് ഞാൻ കണ്ടത് കുടുംബശ്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അതാദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രെയിനിങ് ആണെന്നാണ്. പക്ഷേ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇതൊരു ജോബ് ട്രെയിനിങ്ങോ ബിസിനസ് ട്രെയിനിങ്ങോ അല്ലാന്ന്. എന്നാലും ക്ലാസ് ട്രെയിനിങ്ങിനൊന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പോയതാണ്, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചോദിച്ചത് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നാണ്. ചിലപ്പോൾ ചിലവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നൊക്കെ കേൾക്കാം അല്ലേ. പക്ഷെ ഞാനതിനെപ്പറ്റി ബോധേഡല്ലായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഏതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡെന്ന്. എൻ്റെ മക്കളുടെ ഫേവറേറ്റ് ഫുഡ് എനിക്കറിയാം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഫുഡ് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഫുഡിനെ പറ്റി എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ മിസ്സ് ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ്, ഡ്രീം ഏതാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇതിനൊന്നും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു. 6-7 ദിവസത്തിന് ശേഷം ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു. എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെ ഇഷ്ടമാണ്, എനിക്ക് എന്തൊക്കെ ഇഷ്ടമല്ല, പിന്നെ എനിക്ക് എന്നുള്ളിൽ എന്തൊക്കെ കഴിവുകളുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ എനിക്ക് ഒരു ദിവസം ഞാൻ പല കാര്യങ്ങളും മാറ്റി വെച്ചായിരുന്നു. അതായത് വീട്ടിൽ കുറേ ജോലി ഉണ്ടാവും എന്ന് വെച്ചിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ കുറേ മാറ്റി വെച്ചായിരുന്നു. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ കുറേ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചായിരുന്നു. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഡേ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന് ഈ ട്രെയിനിങ്ങിലൂടെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബിസിനസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ബിസിനസ് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ നിന്നും എനിക്കൊരു ധൈര്യം കിട്ടി. എനിക്കിപ്പോൾ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും എനിക്കത് നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ എനിക്ക് ആ ഗ്രൂപ്പ് കോർഡിനേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ള ട്രെയിനിങ്ങും അതിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് കുടുംബശ്രീനോടും അസാപ്പിനോടും. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു എനിക്ക് എന്നെ മനസ്സിലാക്കി തന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ എന്ത് മിസ്സിനോടും ഇതിലൂടെ ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. താങ്ക് യു.